തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ കേരളത്തിന് സംഭാവന ചെയ്ത പ്രഗത്ഭനായ ഒരു നിയമസഭാ സാമാജികനാണ് അദ്ദേഹം. കാട്ടാക്കട ലോകത്തിന്റെ നെറുകയിൽ ജലസമൃദ്ധി പദ്ധതിയിലൂടെ, പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനങ്ങളിലൂടെ, സ്ത്രീകൾക്ക്, പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പരിപാടികളിലൂടെ, ലഹരിക്കെതിരെയുള്ള കൂട്ട് പരിപാടിയിലൂടെയൊക്കെ തന്നെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കാട്ടാൽ എഡ്യൂകെയർ എന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ പ്രിയപ്പെട്ട MLA IV സതീഷ് കഴിഞ്ഞ 10 വർഷമായി കാട്ടാക്കട നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഈ വിദ്യാലയത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഔദ്യോഗികമായി ഒരു ബാക്ടീരിയ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ നിലവാരമാണ് ഒരു ബാക്ടീരിയ ഔദ്യോഗിക ബാക്ടീരിയയായി കണ്ടെത്താൻ നമ്മെ ഇടയാക്കിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ, ഇപ്പോഴും അങ്ങനെയാണ്, ബാക്ക് ബെഞ്ചേഴ്സുകളാണ്. ക്ലാസ് ലീഡറോട് പേരെഴുതാൻ പറഞ്ഞാൽ, ബഹളം വയ്ക്കുന്നവരുടെ പേരെഴുതാൻ പറഞ്ഞാൽ പുറകിലത്തെ ബെഞ്ചിലെ ആളുകളുടെ പേരായിരിക്കും എഴുതി കൊടുക്കുന്നത്. ഈ പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്നവർ അധ്യാപകരെ അടിച്ചാൽ കേസ് വരാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കോടതിയിൽ പറഞ്ഞാൽ അധ്യാപകർ കേസിൽ പ്രതിയാകും. അന്ന് നല്ല ചൂരൽ കഷായം കിട്ടിയിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ചൂരൽ കഷായം കിട്ടുന്നവരായിരുന്നു ബാക്ക് ബെഞ്ചേഴ്സ്. അങ്ങനെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പേരിട്ടവർ മഹാവികൃതികളായിരുന്നു. ക്ലാസ്സിൽ അധ്യാപകർക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ കുസൃതികൾ കാണിക്കുന്നവരായിരുന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥ, ഞാനൊരു ബാക്ക് ബെഞ്ചറാണ് എന്ന നിരാശാബോധം, അപകർഷതാബോധം നമ്മുടെ കുട്ടികളിൽ നല്ലൊരു ശതമാനത്തിൽ ബാധിക്കുന്നു. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ, അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല, ബാക്ക് ബെഞ്ചില്ല. ബാക്ക് ബെഞ്ച് ഇല്ലാതെ വൃത്താകൃതിയിൽ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിനെ കുറിച്ചാണ് നമ്മുടെ ഗവൺമെന്റ് ആലോചിക്കുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന അധ്യാപകരുടെ മുന്നിലിരിക്കുന്ന, ഇപ്പോ നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളുടെ മനം കവർന്ന അധ്യാപകർ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്, മറ്റു സ്കൂളുകളിലേക്ക് പോകുന്നു, അവർ വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി പോകുന്നു. ആരാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക? പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ല എന്ന് തോന്നിയാൽ അപ്പോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ കണ്ണിൽ നോക്കിയാൽ ആ കുട്ടിയുടെ മനസ്സ് വായിക്കാൻ പറ്റും, ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം വായിക്കാൻ പറ്റും, ആ കുട്ടിയുടെ ഉള്ളിൽ ആളുന്ന സങ്കടത്തിന്റെ കനൽ എത്രയെന്ന് അറിയാൻ പറ്റും അധ്യാപകർ. അങ്ങനെയുള്ള അധ്യാപകരുള്ള നാടാണ് നമ്മുടെ നാട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്ന് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അഭിവാദ്യം.